ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് RDBMS യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ 3 സ്കീം ആർക്കിടെക്ചറും ഡാറ്റ ഇൻഡിപെൻഡൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുകളിൽ വീഡിയോ പോയിട്ട് അതൊന്ന് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് ലാംഗ്വേജസ് ആണ്. അതായത് എന്തൊക്കെയാണ് ഡാറ്റാബേസ് ലാംഗ്വേജസ്, അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നിങ്ങൾക്ക് വൈവയ്ക്കോ അല്ലെങ്കിൽ എക്സാമിനും അതേപോലെ ലാബ് എക്സാമിനും എല്ലാം ഇത് ചോദിക്കാറുണ്ട്. എന്താണ് ഡാറ്റാബേസ് ലാംഗ്വേജ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കാറ്റഗറിയും വിത്ത് എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗം തന്നെയാണ് ഇതും. 1 വേർഡ് ചോദിക്കാറുണ്ട്, ഇതിലൊരു ഷോർട്ട് കട്ട് എടുത്തിട്ട് അതിന് 1 എക്സ്പാൻഡ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നോക്കുക നിങ്ങൾ. ഡാറ്റാബേസ് ലാംഗ്വേജസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഡാറ്റാബേസ് ലാംഗ്വേജ്, ഇപ്പോൾ ഡാറ്റാബേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് വേണം. ആ ലാംഗ്വേജ് ആണ് ഡാറ്റാബേസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, a DBMS has appropriate language and interfaces to express database queries and updates. സോ നമുക്ക് ആവശ്യമുള്ള ക്വറീസ് ഡാറ്റാബേസ് നടത്താൻ വേണ്ടിയിട്ടോ അതുപോലെ അത് എന്തെങ്കിലും അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് ആവശ്യമാണ് അല്ലേ. നമുക്ക് കൈകാര്യം ചെയ്യണം, അത് നമുക്ക് ഡാറ്റാബേസായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ നമുക്കറിയുന്നൊരു ലാംഗ്വേജ് ആവശ്യമാണ്. സോ ആ ഒരു ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡാറ്റാബേസ് ലാംഗ്വേജ് ക്യാൻ ബി യൂസ്ഡ് ടു റീഡ്, സ്റ്റോർ ആൻഡ് അപ്ഡേറ്റ് ദ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. സോ നമ്മൾ സാധാരണ ഈ ഉപയോഗിക്കുന്ന സാധാരണ നടത്തുന്ന ഓപ്പറേഷൻസ് ആണ്. ഡാറ്റാബേസിലേക്കുള്ള ഓപ്പറേഷൻസ് ആണ് റീഡ് ചെയ്യുക, അതേപോലെ സ്റ്റോർ ചെയ്യുക, അപ്ഡേഷൻ നടത്തുക, അതൊക്കെയാണ്. സോ ഇതിനെല്ലാം നമുക്കൊരു ലാംഗ്വേജ് ആവശ്യമുണ്ട്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ലാംഗ്വേജസ്. സോ ഡാറ്റാബേസ് ലാംഗ്വേജ് ടൈപ്സുകളാണ് ബേസിക്കലി 4 ഡിഫറെൻറ്റ് ടൈപ്സുകളുണ്ട് ഡാറ്റാബേസ് ലാംഗ്വേജിൽ. DDL, DCL, DML ആൻഡ് TCL. DDL മീൻസ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. DCL മീൻസ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. DML means data manipulation language and TCL stand for transaction control language. സോ ഈ 4 എന്താണെന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് എക്സാമ്പിൾസ്. ആദ്യം ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, അതാണ് DDL. സോ DDL എക്സ്പാൻഡ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. DDL stand for data definition language. It is used to define ഡാറ്റാബേസ് സ്ട്രക്ചർ ഓർ പാറ്റേൺ. സോ ഡെഫിനിഷൻ ആണ് അല്ലേ, അതായത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DDL ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡാറ്റ ഡിഫൈൻ ചെയ്ത് ടേബിൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കോളംസും ആട്രിബ്യൂട്ട്സ് ഒക്കെ ഡിഫൈൻ ചെയ്താണ് മെയിനായിട്ട് ഇതിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ പർപ്പസ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്ന കാര്യങ്ങൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് സ്കീമ, tables, indexes, constraints, etc. in the database. അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് പ്രൈമറി കീ അല്ലെങ്കിൽ നോട്ട് നൾ പോലെയുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ DDL ലാംഗ്വേജ് സാധാരണ ഉപയോഗിക്കുന്നത്. യൂസിങ് ദ DDL സ്റ്റേറ്റ്മെൻറ്റ് യു ക്യാൻ ക്രിയേറ്റ് ദ സ്കെൽട്ടൺ ഓഫ് ദി ഡാറ്റാബേസ്. സോ ഇതാണ് ഒരു ബാക്ക് ബോൺ ഉണ്ടാക്കുന്നത് നമ്മൾ DDL ലാംഗ്വേജ് വെച്ചിട്ടാണ് ഡാറ്റാബേസിൽ. Data definition language is used to store the information of metadata like the number of tables and schema, their names, indexes, column on each table, constraints, etc. So ഒരു മെറ്റാഡാറ്റ ഉണ്ടാക്കി വെക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അഥവാ DDL നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഹിയർ സം ടാസ്ക് ദാറ്റ് കം അണ്ടർ DDL. DDL വരുന്ന കുറച്ച് കമാൻഡ്സുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിയേറ്റ് ഫസ്റ്റ് കീവേഡാണ്. സോ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. സോ ഇതെല്ലാം നിങ്ങൾ അടുത്ത ലാസ്റ്റ് മൊഡ്യൂളിൽ SQL പഠിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വരുന്ന മൊഡ്യൂളുകളിൽ ഈ DDLും DCLും TCLും എല്ലാം നിങ്ങൾ കമാൻഡ്സൊക്കെ പഠിക്കും. അപ്പോൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ട് പറയുന്നത് ഇവിടെ മാത്രമെന്നുള്ളൂ. ഓക്കെ, സോ ക്രിയേറ്റ് ആണ് ആദ്യത്തെ കമാൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഇൻ ദ ഡാറ്റാബേസ്. അതായത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്രിയേറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. ആൾട്ടർ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ്. ഓൾറെഡി നമ്മളൊരു ടേബിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുമെങ്കിൽ കോളത്തിൻ്റെ എണ്ണം മാറ്റണം അല്ലെങ്കിൽ കോളത്തിൻ്റെ ഡാറ്റ ടൈപ്പ് മാറ്റണം, അങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കീവേഡാണ് ആൾട്ടർ എന്നുള്ള കീവേഡ്. സോ ഇറ്റ്സ് കം അണ്ടർ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ മൊത്തം ടേബിളിൻ്റെ സ്ട്രക്ചർ അടക്കം നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കാണാനാണ് നമ്മൾ ഡ്രോപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡ്രോപ്പും ഡിലീറ്റും കാണാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഡ്രോപ്പ് എന്നുള്ളത് മൊത്തം ടേബിളിൻ്റെ സ്ട്രക്ചറോട് കൂടി ഡിലീറ്റ് ചെയ്യാനാണ്. ഡിലീറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്ന നമ്മൾ ജസ്റ്റ് അതിൽ ഇൻഫർമേഷൻസ് മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, തൽക്കാലം ഇത് ഒത്തിരി ഓർത്ത് വെക്കുക. ഡീറ്റെയിൽ ടേബിൾ ഡിഫറൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ട്രങ്കേറ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഓൾ റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ. സോ ട്രങ്കേറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചാൽ ഡിലീറ്റ് പോലെ തന്നെയാണ്. നമ്മളൊരു ടേബിളിൽ ഒരുപാട് ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒറ്റയടിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രങ്കേറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാം. സോ ഇറ്റ് കം അണ്ടർ DDL. റീനെയിം, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീനെയിം ദ ഒബ്ജക്റ്റ്. ടേബിളിൻ്റെ ഒക്കെ പേര് മാറ്റാനൊക്കെയാണ് നമ്മൾ സാധാരണ റീനെയിം എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്.
കമൻറ്റ്, ഇറ്റ് യൂസ് ടു കമൻറ്റ് ദ ഡാറ്റ ഡിക്ഷണറി. നമ്മൾ ഡാറ്റ ഡിക്ഷണറിയിലേക്ക് എന്തെങ്കിലും കമൻറ്റ് ആഡ് ചെയ്യാനാണ് കമൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. സോ ദീസ് കമൻറ്റ്സ് ആർ യൂസ്ഡ് ടു അപ്ഡേറ്റ് ദ ഡാറ്റാബേസ് സ്കീമ. ദാറ്റ് ഈസ് വൈ ദേ കം അണ്ടർ ദ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. സോ നമ്മൾ ഡാറ്റാബേസിൻ്റെ സ്കീമയിൽ ചേഞ്ചസ് വരുത്തുന്ന ടൈപ്പ് ഓഫ് കമാൻഡുകളാണ് ഈ പറഞ്ഞതെല്ലാം. അതുകൊണ്ടാണ് അതിനെ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയാൻ കാരണം. സോ ഇത്രയാണ് DDL വരുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് DML നോക്കാം. DML സ്റ്റാൻഡ് ഫോർ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. മാനിപ്പുലേഷൻസ് ആണ് അവിടെ. ഓൾറെഡി ഉള്ള ഒരു ഡാറ്റാബേസ് സ്ട്രക്ചറിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനെയാണ് ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. So DML stands for data manipulation language. It is used for accessing and manipulating data in a database. So ഡാറ്റാബേസിൻ്റെ അകത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ DML ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാൻഡിൽസ് യൂസേഴ്സ് റിക്വസ്റ്റ്. നമ്മൾ യൂസർ എന്താണോ റിക്വസ്റ്റ് കൊടുക്കുന്നത് അതാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. സം ടാസ്ക്സ് ആൻഡ് കം അണ്ടർ DML. സെലക്ട് മീൻസ് നമുക്ക് ഡാറ്റാബേസ് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ സെലക്ട് ചെയ്യാനാണ് സെലക്ട് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ഡാറ്റ ഫ്രം ദി ഡാറ്റാബേസ്. ഇൻസേർട്ട് PLN ഉണ്ട്. ഡാറ്റ ബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് എന്തെങ്കിലും ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഇൻസേർട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു എ ടേബിൾ. അപ്ഡേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡാറ്റ വിത്തിൻ എ ടേബിൾ. അപ്പം അപ്ഡേറ്റും ആൾട്ടറും തമ്മിൽ മാറിപ്പോയത്. ആൾട്ടർ എന്നുള്ളത് ടേബിളിൻ്റെ സ്ട്രക്ചർ മാറ്റാനാണ്. ഓക്കെ, അപ്ഡേറ്റ് എന്നുള്ളത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത ഒരു റെക്കോർഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡാറ്റ വിത്തിൻ എ ടേബിൾ. മാറിപ്പോകരുത് അത്. ഓക്കെ, സോ ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ ഉള്ളത് ഡിലീറ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിലീറ്റ് ഓൾ റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ. അല്ലെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡിലീറ്റും ട്രങ്കേറ്റും ഉണ്ട്, അതേപോലെ മാറിപ്പോകരുത്. ഓക്കെ, ഡിലീറ്റും ഡ്രോപ്പും ഉണ്ട്, അത് മാറിപ്പോകരുത്. അപ്പം റെക്കോർഡ്സുകൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഡിലീറ്റ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കണം. മെർജ്. ഇറ്റ് പെർഫോം അപ്സെറ്റ് ഇൻസേർട്ട് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ഇൻസേർട്ട് ഓർ അപ്ഡേറ്റ് ഓപ്പറേഷൻ. മെർജ് എന്നുള്ളൊരു ഓപ്പറേഷൻ വെച്ച് നമുക്ക് ഇൻസേർട്ട് അല്ലെങ്കിൽ അപ്ഡേഷൻ ഓപ്പറേഷൻ നടത്താൻ പറ്റും. കോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കോൾ സ്ട്രക്ചേർഡ് ക്വയറീസ് ലാംഗ്വേജ് ഓർ ജാവ സബ് പ്രോഗ്രാം. സോ എന്തെങ്കിലും എക്സ്റ്റേണൽ പ്രോഗ്രാമിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ SQLിലേക്ക് കോൾ ചെയ്യാനാണ് നമ്മൾ കോൾ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് കം അണ്ടർ DML. എക്സ്പ്ലെയിൻ പ്ലാൻ. ഇറ്റ് ഹാസ് പാരാമീറ്റർ ഓഫ് എക്സ്പ്ലെയിനിങ് ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ പ്ലാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ലോക്ക് ടേബിൾ. ഇറ്റ് കൺട്രോൾ കൺകറൻസി. നമുക്ക് ആർക്കൊക്കെ ഏതൊക്കെ സമയത്ത് ഡാറ്റാബേസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ടേബിൾ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് കൺകറൻസി കൺട്രോൾ മീൻസ്. ലോക്ക് ടേബിൾ എന്നുള്ള കീവേഡ് വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് എത്ര ആൾക്കാർക്ക് ടേബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത്രയാണ് DML വരുന്നത്. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ലാംഗ്വേജ് ആണ് DCL. ഇറ്റ് സ്റ്റാൻഡ് ഫോർ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ദ സ്റ്റോർഡ് ഓർ സേവ്ഡ് ഡാറ്റ. നമ്മൾ സാധാരണ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ DCL ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. സോ ഇറ്റ്സ് എക്സിക്യൂട്ട് ഈസ് ട്രാൻസാക്ഷൻസ്. DCLൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷണലാണ്, ഒരു ഓപ്പറേഷൻ ആണ് അവിടെ. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഓൾസോ ആസ് എ റോൾ ബാക്ക് പാരാമീറ്റർ. റോൾ ബാക്ക് പാരാമീറ്റേഴ്സ് മീൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത എന്തെങ്കിലും ഒരു ഓപ്പറേഷനെ നമുക്ക് അൺഡു ചെയ്യാം. എന്തെങ്കിലും ചിലപ്പോൾ ചെയ്ത് തെറ്റാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ സ്റ്റക്ക് അല്ലെങ്കിൽ ക്രാഷ് ആയിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ട് മുമ്പേ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സേവ് പോയിന്റ് ഉണ്ടാവും, ഒരു സേവ് പോയിന്റ് ഉണ്ടാവും, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പോകാൻ പറ്റും. അതിനാണ് റോൾ ബാക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഹിയർ ആർ സം ടാസ്ക് ദാറ്റ് കം അണ്ടർ DCL. ഗ്രാൻറ്റ്. ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിവിലേജ് കൊടുക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗീവ് യൂസർ ആക്സസ് പ്രിവിലേജ് ടു ഡാറ്റാബേസ്. അതായത് ഒരുപാട് യൂസേഴ്സിന് ഉണ്ടാവും നമ്മുടെ ഡാറ്റാബേസിൽ. അതിൽ ഏതൊക്കെ യൂസറിന് എന്തൊക്കെ പ്രിവിലേജ് കൊടുക്കണം. ചിലർക്ക് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള പ്രിവിലേജ് ഉണ്ടാവുള്ളൂ, ചിലർക്ക് റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടാവും. സോ ഇങ്ങനത്തെ പ്രിവിലേജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ റിവോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ടേക്ക് ബാക്ക് പെർമിഷൻ ഫ്രം ദ യൂസർ. നമ്മൾ ഓൾറെഡി എന്തെങ്കിലും പെർമിഷൻ കൊടുത്തപ്പോൾ യൂസർ എക്ക് ഞാൻ റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു, അതായത് ഡാറ്റാബേസിലേക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരുന്നു. അത് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവോക്ക് ചെയ്യാൻ പറ്റും. റിവോക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ പെർമിഷൻ കൊടുത്തത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പം എക്ക് ഞാൻ ആദ്യം കൊടുത്ത പെർമിഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അത് ഇൻസേർഷൻ ആവാം, അപ്ഡേഷൻ ആവാം, റീഡ് ആവാം, എന്തും ആവാം. അതായത് ആക്സസിങ് പ്രിവിലേജ് ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടേക്ക് ബാക്ക് പെർമിഷൻസ് ഫ്രം ദി യൂസർ. So there are some following operations which have the authorization of revoke. Revokeൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കണക്ട്, ഇൻസേർട്ട്, യൂസേജ്, എക്സിക്യൂട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ് ആൻഡ് സെലക്ട്. ഇതെല്ലാം ഈ റിവോക്ക് ഓർ ഗ്രാൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്, DCLൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഗ്രാൻറ്റ് ഇൻസേർട്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നു, പെർമിഷൻ കൊടുക്കുന്നു എന്നാണ് അർത്ഥം. റിവോക്ക് ചെയ്താൽ ആ ഇൻസേർഷൻ അല്ലെങ്കിൽ ഒരു യൂസർക്ക് ഇൻസേർട്ട് ചെയ്യാൻ, ഡാറ്റാബേസിലേക്ക് എന്തെങ്കിലും കാര്യം ഇൻസേർട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ ഒഴിവാക്കി കളഞ്ഞു, അയാൾക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. അതാണ് റിവോക്ക്, ഇൻസേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്.
ഇതാണ് DCL വരുന്നത്. Then last one, TCL, Transaction Control Language. It is used to run the changes made by the DML statement. TCL can be grouped into logical transaction. So transaction control language means നമ്മൾ DML ഒരുപാട് ഓപ്പറേഷൻ നടത്തി, അതായത് ഇൻസേർട്ട് അല്ലെ, നേരത്തെ നമ്മൾ കണ്ട കുറേ ഓപ്പറേഷൻ നടത്തി, മാനിപ്പുലേഷൻ, സെലക്ട് ഓപ്പറേഷൻ ഒക്കെ നടത്തി. ആ ഓപ്പറേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാലും അത് ഒരു എന്താ പറയുക, സേവ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യാന്ന് പറയും. നമ്മൾ നടത്തിയ ഓപ്പറേഷൻസ് എല്ലാം എക്സാക്ട്ലി എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക, അതാണ് ഈ ട്രാൻസാക്ഷൻ കൺട്രോളിൻ്റെ ലാംഗ്വേജ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിൻ്റെ ഐഡിയ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൺ ദ ചേഞ്ചസ്, അതാണ് മെയിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൺ ദ ചേഞ്ചസ് മെയ്ഡ് ബൈ ദ DML സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ DML സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിനെ എല്ലാം റൺ ചെയ്യിക്കുന്ന ഒരു കമാൻഡാണ്, ലാംഗ്വേജാണ് എന്ത്, ഈ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു എ ലോജിക്കൽ ട്രാൻസാക്ഷൻ. ഹിയർ ആർ സം ടാസ്ക് ദാറ്റ് കംസ് അണ്ടർ TCL. TCL വരുന്ന അതാണ് കമ്മിറ്റ്. കമ്മിറ്റ് എന്നാൽ നമ്മൾ എന്താണോ തൊട്ട് മുമ്പ് നടത്തിയ DML ട്രാൻസാക്ഷൻസ് അതെല്ലാം സേവ് ചെയ്യാം, അതിനാണ് കമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സേവ് ദ ട്രാൻസാക്ഷൻ ഓൺ ദി ഡാറ്റാബേസ്, നടത്തിയ ട്രാൻസാക്ഷൻസിനെ സേവ് ചെയ്യുക. റോൾ ബാക്ക്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ ദ ഡാറ്റാബേസ് ടു ഒറിജിനൽ സിൻസ് ദ ലാസ്റ്റ് കമ്മിറ്റ്. റോൾ ബാക്ക് നമുക്ക് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത് നമ്മൾ. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓപ്പറേഷൻ നടത്തി വിചാരിക്കുക. ഓക്കെ, അതായത് 2 സെലക്ഷനും അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തി, അത് റോൾ ബാക്ക് ചെയ്താൽ എന്ത് ചെയ്യും, തൊട്ട് മുമ്പ് എവിടെയാണോ നമ്മൾ കമ്മിറ്റ് അടിച്ചത് അവിടേക്ക് തിരിച്ചു പോകും. ഓക്കെ, അതാണ് അതിൻ്റെ ഐഡിയ. റോൾ ബാക്ക്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ ദ ഡാറ്റാബേസ് ടു ഒറിജിനൽ സിൻസ് ദ ലാസ്റ്റ് കമ്മിറ്റ്. ലാസ്റ്റ് കമ്മിറ്റ് എവിടെയാണ് നമ്മൾ നടത്തിയത് അവിടേക്ക് അത് തിരിച്ചു പോകും, അതിൻ്റെ ഇടയ്ക്ക് നടന്ന ഓപ്പറേഷൻസ് ഒന്നും എന്തില്ല, കമ്മിറ്റ് ആക്കില്ല. അങ്ങനെയാണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഡാറ്റാബേസ് ലാംഗ്വേജിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സയോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സയോ അല്ലെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ 1 വേർഡിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. എന്താണ് ഡാറ്റാബേസ് ലാംഗ്വേജും അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസും വിത്ത് എക്സാമ്പിൾസ്. നല്ലോണം നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ.